ചായക്കടയിൽ വെച്ച് ഞാൻ തന്നെ കേൾക്കുമ്പോഴാണ് രസം. വയനാട്ടിൽ ചായക്കടയിൽ ഇരിക്കാൻ നേരം ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോ രണ്ടുപേരും പറയാണ് അത് റിയൽ ആണ്. കാരണം അതൊരു എഴുതിയത് പോലീസുകാരനല്ലേ. ഈ ശരിക്കും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേ ഈ നമ്മുടെ തോട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ശരിക്കും സിനിമയ്ക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴത്തേക്കും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആളുകൾ ചിന്തിക്കുക എന്നുള്ള രീതിയിലേക്കാണ് സിനിമ എൻഡ് ആവുന്നതും അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്തരം ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന തോട്ട് ഉണ്ടായിരുന്നു ശരിക്കും സിനിമ ചെയ്യുമ്പോൾ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിരന്തരം നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് ഷൂട്ടിങ്ങിന്റെ സമയത്തും അല്ലാത്തപ്പോഴും പോസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുമ്പോഴും ഈവൻ ഡബിങ്ങും ഷൂട്ട് പാക്കപ്പ് റാപ്പും ഡബിങ്ങും കഴിഞ്ഞിട്ട് പോലും നമ്മളത് വേറൊരു രീതിയിൽ തന്നെ വേറൊരു ഒരു ഒരു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള എൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള റീഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റീഷൂട്ടല്ല, ശരിക്കും എക്സ്റ്റൻഡ് ഷൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു സാധാരണ പ്രേക്ഷക എനിക്ക് അയച്ചൊരു മെസ്സേജ് അത് റിവീൽ ചെയ്യുന്നുള്ളതാണ് സത്യം. അതില് പക്ഷെ വളരെ സ്പോയിലർ ആയിക്കോ, കാരണം അതെന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ആ ഒരു സാധാരണ പ്രേക്ഷകയ്ക്ക് മനസ്സിലായത്. ആ രീതിയിൽ തന്നെയാണ് അത് പുള്ളിക്കാരിക്ക് കിട്ടിയത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അതൊരു സാധാരണ ആൾക്കാർക്ക് പോലും സാധാരണ പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവ്. ഒരു റിസ്ക് ടേക്കിംഗ് ആയിരുന്നു, പക്ഷെ റിസ്ക് എടുത്തില്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ കാര്യം. ഷായ്ക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഇപ്പൊ ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന സിനിമയുടെ കുറച്ചുകൂടെ ഒരു നോർമൽ എൻഡിങ് കൈൻഡ് ഓഫ് ഇതാണ്, ഇത് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവില്ല എന്നുള്ള ഒരു തോട്ട്? അല്ല, ഈ സിനിമയെ ഈ പറയുന്ന നമുക്ക് സിനിമയെ കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത, അല്ല എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഉന്മാദം എന്ന് ഇടുന്ന പേര് തന്നെ ക്ലിയർലി ഇതൊരു പോലീസ് പ്രൊസീജിയറൽ ഇൻവെസ്റ്റിഗേഷൻ കുറ്റാന്വേഷണ സിനിമ അല്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഇത് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ പേര് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഉന്മാദം എന്ന് പറഞ്ഞ് NP സജേഷും വേറെ ആളും കൂടെ എഴുതിയൊരു പുസ്തകത്തിൽ നിന്നാണ് ഈ പേര് ഓപ്റ്റ് ചെയ്തത്. അതിന്റെ തന്നെ പ്രധാന കാരണം ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകള്, സാഹിത്യകാരന്മാര്, പോയിറ്റ്സ്, ഇങ്ങനെയുള്ളവർ ഭ്രാന്തുള്ളവരുടെ അവരുടെ ഭ്രാന്തിനെ കുറിച്ചായിരുന്നു ആ പുസ്തകം. സോഫാർ ഇത് എനിക്ക് തോന്നുന്നു, ചില റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഓക്കെ അത് അവരുടെ വെർഷനാണ്. നമുക്ക് പറയാം ഇത് ആക്ച്വലി ഒരു എഴുത്തുകാരന്റെ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ സിനിമ. ആക്ച്വലി ഇതൊരു പോലീസ് സ്റ്റേജിൽ വന്നപ്പോൾ ഒരു ഭയങ്കര ഹൈ എൻഡ് കുറ്റാന്വേഷണം, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മുടെ ഹൊററിനൊക്കെ ഫീൽ ചെയ്തതല്ല, നമ്മളതൊരു കുറ്റാന്വേഷണ സിനിമയായിട്ടല്ല കണ്ടത്, കുറച്ച് സൈക്കോളജിക്കൽ പടമായിട്ടാണ് കണ്ടത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ജോസഫ് ഇറങ്ങിയ ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ ഇരിക്കുന്നത്. എഴുത്തുകാരനും അയാൾ എഴുതുന്ന കഥയും രണ്ടാണ്. അതിനൊരു റിയാലിറ്റി ഇല്ല, ഭയങ്കര ഫിക്ഷണലൈസ്ഡ് ആണ് എന്ന് പറയേണ്ടത്. കാരണം ഞാൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചത് റിയൽ ആണ്. ആൾക്കാരെ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് തലച്ചോറ് തല്ലി പൊട്ടിച്ച് ബ്രെയിൻ ഡെഡ് ആക്കി ഓർഗൻ എടുക്കാന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചത്. ഒരു ചായക്കടയിൽ വെച്ച് ഞാൻ തന്നെ കേൾക്കുമ്പോഴാണ് രസം. വയനാട്ടിൽ ചായക്കടയിൽ ഇരിക്കാൻ നേരം ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോൾ രണ്ടുപേരും പറയാണ് അത് റിയൽ ആണ്. കാരണം അതൊരു എഴുതിയത് പോലീസുകാരനല്ലേ, ഞാൻ അടുത്തിരിക്കുന്നത്, ഇത് ഫേക്ക് ആണെന്ന് അറിയാവുന്നത് ഞാനാണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നപ്പം എഴുത്തുകാരനും കഥയും രണ്ടാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആക്ച്വലി ഉന്മാദം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്.